ഗുഡ് മോർണിംഗ് ഗൈസ്. അതായത് ഞാനും അതെ കറക്റ്റ് ഗുഡ് മോർണിംഗ് ആയിട്ടുണ്ട്. അപ്പം ദുരന്തർ മൂവി സെക്കൻഡ് പാർട്ട്, അതായത് റിവഞ്ച്, ദുരന്തർ റിവഞ്ച് എന്ന പടം ഇപ്പം 9:50 ഷോ കഴിഞ്ഞിട്ട് ഇപ്പം എത്ര മണിയായി? ഇപ്പം കറക്റ്റ് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും 2:12, അതായത് 10 മണി അടുപ്പിച്ച് തുടങ്ങിയ പടമാണ്. 2:10 എന്ന് കൂടി 2:10 തീർന്നതാണ്. സോ എനിക്ക് പേഴ്സണലി പറയാനുള്ള സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് പാർട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അത്ര ഞാൻ വലിയ ഓവർ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ വെച്ച് തന്നിട്ട് എനിക്ക് വലിയ കത്തിയില്ല, എന്താ പറയുക, വലുതായിട്ടൊരു ഗുമ്മായില്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് പാർട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രയും നല്ല, ഞാൻ ഫസ്റ്റ് പാർട്ട് എനിക്ക് കുറേ സ്ഥലത്തൊക്കെ ബോറടിച്ചിരിക്കുന്നത്. സെക്കൻഡ് പാർട്ട് എനിക്ക് അങ്ങനെ വലുതായിട്ട് ഒരുപാട് സ്ഥലത്ത് ബോറടിക്കാതെയും ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. മ്യൂസിക് ആണെങ്കിലും ഓരോ BGMs ആണെങ്കിലും എല്ലാം ക്ലിയർ ലെവലിൽ കിടുകിടിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട്, അതായത് ഫസ്റ്റിൽ നമുക്ക് നായകനാണ് വളരെ നായകനെന്ന് ഈ വില്ലനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മെയിൻ നായകനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ശരിക്കും കൊടുത്തിരിക്കുന്നത്. നായകൻ്റെ ഫസ്റ്റ് നായകൻ്റെ റിവഞ്ച് സാധനം, ഒരു സാധനമുണ്ട്. ആ സാധനം കാണിക്കുന്നൊരു ഇൻട്രോ പോർഷൻ ഉണ്ട്, വേറെ ലെവല്. അതൊക്കെ സീരീസ്, അതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ്. നമുക്ക് ഇത് ഞാൻ ഇപ്പോഴും പറയുന്നത്, നമ്മൾ OTT കണ്ട് നമുക്ക് സൂഹിക്കത്തില്ല. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അതാണ് നല്ലത്. അതിന് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, അതായത് നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരായിരുന്നല്ലോ നമുക്ക് ഫസ്റ്റ് പാർട്ടിനകത്ത് ഭയങ്കര മാസ്സായിട്ടും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇതായിട്ട് നിന്ന് മാസ്, എനിക്കത് വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ നിന്നതെങ്കിൽ ഈ പാട്ടിനകത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത്, അതായത് ഇത് ഇന്ത്യ പാകിസ്ഥാൻ ഇതാണല്ലോ വരുന്നത്. അപ്പം മറ്റേത് പാകിസ്ഥാനാണ് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഇന്ത്യയിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസും അവരുടെ മാസിനെസ്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കാണിക്കുന്നത്. പറയുമ്പോൾ തന്നെ റിവഞ്ച്, അത് എന്തുകൊണ്ട് അവൻ അങ്ങോട്ട് പോയി, എന്തുകൊണ്ട് ഇതാക്കണം, എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് എനിക്ക് വേറൊരു ഡൗട്ടുണ്ട്. ഇത് ഈ സമയത്ത് കൊണ്ടുവന്ന് വെച്ചത് എലക്ഷൻ പ്രമാണിച്ചാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എലക്ഷൻ ബേസ് ചെയ്തിട്ടാണോ ഇപ്പോൾ ഈ സമയത്ത് ഇറക്കുന്നതെന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെതായ കുറേ കാര്യങ്ങൾ കാണിക്കുന്നത്, എന്തുകൊണ്ട് പല കാര്യങ്ങളും ഇന്ത്യയിൽ ബാൻ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. വന്നതിൻ്റെയൊക്കെ പല സംഭവങ്ങളായിരുന്നു കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എലക്ഷൻ അടുപ്പിച്ചാണോ ഇത് വന്നതിനുള്ളതിന് ചെറിയൊരു ഡൗട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെന്താ പറയുക, ഇതിനകത്ത് നമ്മുടെ മറ്റേ ഇന്ത്യ ഒരു പേര് നോക്കട്ടെ, നമ്മുടെ ഞാൻ പറഞ്ഞത്, ഞാൻ കിടിലൻ സ്വാഗതം എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ ഇവൻ്റെ പിന്നും പിന്നീട് മാധവൻ. ഒരു സീനുണ്ട് മാധവനൊക്കെ എന്ന് പറഞ്ഞാൽ, സീനെന്ന് പറഞ്ഞാൽ അന്യായ സീൻ, മാസിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ കയറി ചില സാധനമൊക്കെ കാണിച്ചു. അമ്മമാര് സാധനമൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞത്, ഞാൻ ഫസ്റ്റ് പാർട്ട് എനിക്ക് ഭയങ്കര ഓവർ എക്സ്പെക്റ്റേഷനോടുകൂടി പോയിട്ട് എനിക്കെന്താ പറയുക, ഭയങ്കരമായിട്ട് വർക്കായില്ലായിരുന്നല്ലോ. ഞാൻ ഭയങ്കര ഓവർ എക്സ്പെക്റ്റേഷൻ പോയി വെച്ച് ഭയങ്കര ഡിഫൈറ്റ് ആയിരിക്കും, ഭയങ്കര മാസ് മസാലയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് പോയിട്ട് ഇതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻ്റ് ആകുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ എനിക്ക് വയ്യ, ഓരോ സീനൊക്കെ കാണുന്ന ചില സീനൊക്കെ ഇങ്ങനെ രോമണിച്ചിരിക്കുന്ന വിധത്തിൻ്റെ സാധനമൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് സ്റ്റോറി ടെല്ലിങ് ബേസ്ഡ് ആയിട്ടുള്ള പരിപാടികളുണ്ട്, അല്ലാണ്ട് മാസമുണ്ട്, എല്ലാം ഉണ്ട്. ഇത് റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള സംഭവമാണല്ലോ. സോ അതുകൊണ്ട് എന്താ പറയുക, കുറച്ച് സ്റ്റോറി ടെല്ലിങ് പോകുന്നുണ്ട്, കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുറേ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങളായിട്ട് ഫസ്റ്റ് പാർട്ട് തന്നെയായിരുന്നു. ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് തന്നെ സെക്കൻഡ് പാർട്ടിലും ഓരോ സംഭവങ്ങൾ അടുത്തടുത്ത് കാണിക്കുന്നുണ്ട്. ഇവൻ എങ്ങനെ അവിടെ എത്തി, എന്തുകൊണ്ട് എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നായികയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ, നായികയ്ക്ക് ഫസ്റ്റ് പാർട്ടിനേക്കാളും നായികയ്ക്കൊക്കെ കുറച്ച് റോളുകളേ ഉള്ളൂ. വലിയൊരു ഇമ്പോർട്ടൻസ് നായികയ്ക്കില്ല. മെയിൻ വില്ലൻ കഥാപാത്രന്മാരും നായകന്മാരും പിന്നെ ഈ നമ്മളെ റഹ്മാനെന്ന് എനിക്ക് വായി വരുന്നത്, നമ്മുടെ മാധവൻ അതുപോലെ ക്യാരക്ടേഴ്സിനാണ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. സോങ്ങുകൾ വളരെ കുറവാണ്. മറ്റേ ഫസ്റ്റിനകത്തെ പോലെ നമുക്കൊരു ട്രെൻഡി ആയിട്ടുള്ള സോങ് വലുതായിട്ടൊന്നുമില്ല. പക്ഷേ ചില ബീറ്റൊക്കെ ഉണ്ട്. പല കാര്യങ്ങളും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതും അല്ലാത്തതായിട്ട് സ്റ്റോറി ടെല്ലിങ് പോലെ പോകുന്നുണ്ട്. BGM ആണെങ്കിൽ നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. ഇത് കുറേയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളിലാണ് ഞാൻ ഓവർ എക്സൈറ്റ്മെൻറ്റ് മൂലം പലതും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര സ്പോയിലറായി പോകും. വെച്ചാൽ സ്പോയിലർ
നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത പല കിടുക്കാറ്റ് ടിസ്റ്റുകൾ ഇതിൻ്റെ അകത്തുണ്ട്, കിണ്ണ ടിസ്റ്റുകളുണ്ട്. നമ്മളെന്താ പറയുക, ഞാൻ പറയട്ടെ ഞാൻ അതുകൊണ്ട് ഞാൻ പറയുക ആ സീനൊക്കെ ആലോചിച്ചപ്പോൾ ഇങ്ങനെ രോമം എണീറ്റിരിക്കും, രോമം എണീക്കും, ഇങ്ങനെ രോമാഞ്ചം വരുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അഞ്ചാറ് സാധനമൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോഴും പക്ഷേ നിങ്ങൾ എനിക്ക് തോന്നുന്നു 10 മണിക്ക് തുടങ്ങി അവിടെ, 10 മണിക്ക് 10 to 11, 11 to 12, 12 to 1, 1 to 1:45, നിങ്ങൾ 10:15 തുടങ്ങിയത്, 10:15 to എന്തായാലും 3.25 മണിക്കൂർ സംഭവം പടമുണ്ട്. നിങ്ങൾ നോക്കാൻ നേരത്തെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ വെച്ചാൽ നല്ല സീറ്റിങ്ങൾ തിയേറ്ററിൽ പോയിരിക്കണം. ഇല്ലാണ്ട് നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ചില സമയത്ത് നമ്മൾ സ്റ്റോറി ടെല്ലിങ് വരാൻ നേരത്ത് നമുക്ക് തിയേറ്ററിൽ ഇരിക്കാൻ നേരത്ത് എന്താ പറയുക, നമുക്ക് പെടൽ ഇതാവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നല്ല സീറ്റിങ്ങൾ തിയേറ്ററിൽ പോയി നോക്കി കഴിഞ്ഞാൽ അത്രയും ബെറ്റർ. ഞാൻ അടുത്ത PXL ആകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര റിക്ലൈൻ ചെയ്ത് ബാക്ക് ചെയ്തിരിക്കാം, ഇറങ്ങി റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ്. അല്ലാണ്ട് നമ്മൾ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പറയാം, ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സ്റ്റോറി ടെല്ലിങ് നമുക്ക് ചെറിയൊരു ബോറടി വരും. നമ്മൾ ആ മൂവിയിലേക്ക് തന്നെ എൻഗേജിങ് ആയിട്ട് ഇരിക്കുവാണെങ്കിലും ചില സമയത്ത് നമുക്ക് സ്റ്റോറി പറയുന്നത് പുറകുക, സ്റ്റോറി ചില പാട്ടുകൾ പറയുന്നത് ചെറിയ ലാഗ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല ഒരു സീറ്റിങ്ങുകളാകുമ്പോൾ നമ്മളത് കംഫർട്ടബിൾ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു എന്താ പറയുക, എക്സ്ട്രാഷൻ വരത്തില്ല, വേറൊരു പരിപാടിയിലേക്ക് നമ്മൾ പോകത്തില്ല, അങ്ങനെ സംഭവങ്ങളൊന്നും വരത്തില്ല. നമ്മൾ മൂവിയിൽ തന്നെ എന്തോസായിട്ട് നിൽക്കും. ഇത് ഒരു ഞാൻ പറയാം റിവെഞ്ചാണ് കാണിക്കുന്നത്. അപ്പം റിവെഞ്ചിൻ്റെ ഒരുപാട് മാസും ഒരുപാട് സ്റ്റോറിയും ഒരുപാട് സാഡ് മൊമെൻറ്റ്സും ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പാട്ടിൻ്റെ നമുക്ക് ഇതിനകത്ത് എനിക്ക് ഉറക്കപ്പിച്ചിട്ട് മറന്നുപോയെന്നറിയാൻ പറ്റില്ല, പാട്ടിന് വലിയ പ്രാധാന്യം ഇല്ല കേട്ടോ. ഫസ്റ്റിൽ നായകനാണെങ്കിൽ ഇതിനകത്ത് നമ്മുടെ രൺബീറാണ് തകർത്തിരിക്കുന്ന മോനെ. ഒരു രക്ഷയില്ല, അണ്ണൻ്റെ സ്വാഗും ഇതൊക്കെ ഒരു രക്ഷയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പുള്ളിക്കാരൻ്റെ സ്വാഗും ആറ്റിറ്റ്യൂഡും ആസ് മസാലയൊക്കെ. ഞാൻ ഫസ്റ്റിലെ എനിക്ക് ഇപ്പോഴും കേൾക്കുമ്പോൾ ഇങ്ങനെ വരുവാണ്. എൻ്റെ പൊന്ന് ഈ ഒരു റിവ്യൂ നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, വേറൊന്നുമല്ല. എനിക്കിങ്ങനെയൊക്കെ പറയാൻ ഒരുപാട് സിനിമാറ്റോഗ്രാഫിക്കായിട്ടും അത് ഞാൻ ഇവിടെ എനിക്ക് തോന്നിയ കാര്യമല്ല. BGM ഓക്കെയാണ്, ഫ്രെയിമുകൾ ഓക്കെയാണ്. അതായത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട BGM എനിക്ക് ഇഷ്ടപ്പെട്ട്, ഫ്രെയിമുകൾ ഇഷ്ടപ്പെട്ട്, എടുത്തു വെച്ചിരിക്കുന്ന രീതി ഇഷ്ടപ്പെട്ട്, കാസ്റ്റിംഗ് ഇഷ്ടപ്പെട്ട്. കാസ്റ്റിംഗ് പിന്നെ ഫസ്റ്റിനകത്തുള്ള കാസ്റ്റിംഗ് അല്ലേ ഇതിനകത്തുള്ളൂ. സെക്കൻഡ് പാർട്ടിലും അതുപോലെ തന്നെ കാസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. കുറേ ആൾക്കാരുണ്ട്. ഒരു മാധവൻ്റെ ഒരു മാസ സീനുണ്ട് ഒരു സ്ഥലത്ത്. നിങ്ങളത് മിസ് ചെയ്താൽ നിങ്ങൾക്ക് മിസ്സിങ്ങാണ്. നമുക്ക് ഓരോരുത്തർക്കും ഭയങ്കരമായിട്ട് ഇതാക്കാൻ പറ്റുന്നൊരു സംഭവം, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം അതിനകത്തുണ്ട്. മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയാണ്. ഞാൻ പറയട്ടെ, നമുക്കിത് ഞാൻ OTT കണ്ടതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് പറഞ്ഞു. OTT കണ്ട് നമ്മൾ പല കാര്യങ്ങളും ഡിസ്ട്രാക്ട് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ OTT കണ്ട് ഈ പണം സൂക്ഷിക്കത്തില്ല. മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലേ, എന്നാലേ സൗണ്ടും ആ BGM ഒക്കെ വരാൻ നേരത്തൊക്കെ ഇങ്ങനെ കയറി പോകണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു എഫക്റ്റിൽ കാണണം. അല്ലാണ്ട് OTT കണ്ടൊക്കെ സൂക്ഷിക്കത്തില്ല. നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. പിന്നെ ഇതിനെപ്പറ്റി എന്തിനാ പറയാനുള്ളത്, ഞാൻ നിങ്ങളതിലേക്ക് തീർന്നുകൊണ്ട് രാവിലെ വീഡിയോ വന്നതല്ലേ, ഞാൻ അതുപോലെ വ്യാജങ്ങൾ അല്ല പ്രീമിയർ ഷോ ഉണ്ടായിരുന്നു. അതായത് ഇന്ന് ഞാൻ സിനിമയ്ക്ക് പോയത് 18-ാം തീയതിയാണ്. 18-ാം തീയതി ഞാൻ നോക്കിയപ്പോഴത്തേക്കും ബുക്ക് മൈ ഷോയിൽ ഇങ്ങനെ പ്രീമിയർ ഷോ എന്ന് പറഞ്ഞ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്ന് ഞാൻ ബുക്ക് ചെയ്ത് വന്നതാണ്. ഈ പടത്തിന് 9:50 പടം കണ്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ അടുത്ത് റിവ്യൂ എടുക്കുവാണ്. ഫസ്റ്റിൽ തന്നെ എനിക്ക് റിവ്യൂ ഇറക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങനെ ബുക്ക് ചെയ്ത് പോകുന്നതാണ്. ഇല്ലെങ്കിൽ ഞാനത് കണ്ടുകൊണ്ട് ഞാൻ 18-ാം തീയതി ബുക്ക് ചെയ്ത്. എന്നാലും തിയേറ്ററെല്ലാം ഇപ്പം തന്നെ ഫുള്ളായിരുന്നു. പിന്നെ ഒരുമാതിരിപ്പെട്ട ഹിന്ദിക്കാരായിരുന്നു ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു കുറേ ഒരു ഭൂരിഭാഗം പേരും ഉണ്ടായിരുന്നു. എനിക്കൊന്നിനെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഞാനടുത്ത് പെരുന്നാളൊക്കെ അടുത്തുകൊണ്ട് ആൾക്കാർ കാണത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ആൾക്കാർ ഇപ്പോഴും തിയേറ്റർ ഫില്ലായിരുന്നു. ബാക്കി എല്ലാ ഷോ നാളത്തെ ഷോ എല്ലാം ഇപ്പം തന്നെ ഫില്ല്. ഇന്നടുത്ത ഷോ ഇന്ന് 5 മണിക്ക് ഉച്ചകഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഷോ. അതെല്ലാം ഫില്ലായിട്ടുണ്ട്. സോ നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്റർ വിസിറ്റ് കാണുക. നിങ്ങൾ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്കും എങ്ങനെയാണ് ഞാൻ പറഞ്ഞ പല ട്വിസ്റ്റുകളും പല മാസ് മൂവ്മെൻറ്റുകളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊക്കെ ഒരുപാട് സ്പോയിലറാക്കാൻ നിൽക്കുക. നിങ്ങൾ ഞാൻ പറഞ്ഞ കുറച്ച് ദിവസത്തേക്ക് FB ഒന്ന് യൂസ് ചെയ്യാണ്ടിരിക്കുക. FB ഇൻസ്റ്റഗ്രാമിൻ്റെ റീലും തോണ്ടായിരിക്കുക. പടം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ചാൽ ഈ നോർത്ത് ഇന്ത്യയിലുള്ള കുറേ മരരുകൾ ഈ മാസ് ഇതിനൊക്കെ വരുമ്പോഴത്തേക്കും അതൊക്കെ എടുത്ത് റീലിടും. സോ നിങ്ങൾ അതുകൊണ്ട് റീലുകളൊന്നും ഒരുപാട് കാണാതിരിക്കുക. എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാണാൻ പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് കാണുക. ഒരുപാട് വെച്ച് ലാഗാക്കാൻ നിൽക്കരുത്. ലാഗായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം. എത്രയും പെട്ടെന്ന് കാണാമോ അത്രയും പെട്ടെന്ന് കാണുക. ഇപ്പോൾ 2 ദിവസമൊക്കെ അവധിയൊക്കെ വരുന്നുണ്ട്, പെരുന്നാളധികമുണ്ട്. സോ നിങ്ങൾ തിയേറ്ററിൽ പോയി മസ്റ്റ് വിസിറ്റ് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞൊരു റിവ്യൂ. അപ്പം ആട് 3ൻ്റെ റിവ്യൂ ആയിട്ട് നമ്മൾ ഉടനെ വരാം. ഓക്കെ, ബൈ.